നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകാം, എൻ്റെ നല്ല കാലം എപ്പോഴാണ് വരുന്നത്? ഭാഗ്യം എപ്പോൾ തെളിയും? എത്ര കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഫലം കിട്ടാത്തത്? ചാണക്യൻ പറയുന്നത് ഭാഗ്യമെന്നത് ആകാശത്ത് നിന്ന് വീഴുന്ന ഒന്നല്ല, അത് നമ്മുടെ പ്രവൃത്തികളുടെയും ചിന്തകളുടെയും മനോഭാവത്തിൻ്റെ ഫലമാണ്. എന്നാൽ നല്ല കാലം വരുന്നതിനു മുൻപ് ജീവിതം ചില സൂചനകൾ നൽകാറുണ്ട്. ആ സൂചനകൾ തിരിച്ചറിയുന്നവർക്ക് അവസരങ്ങളും പ്രയോജനപ്പെടുത്താനും ജീവിതം ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഭാഗ്യം തെളിയുന്നതിന് മുമ്പ് ജീവിതത്തിൽ തെളിയുന്ന പ്രധാന ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1. മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ ഉണരുന്നു. എത്ര കഷ്ടതകളുണ്ടായാലും ഒരു ദിവസം അകത്തു നിന്ന് ഒരു ആത്മവിശ്വാസം ലഭിക്കാൻ തുടങ്ങും. എനിക്ക് കഴിയും, എൻ്റെ സമയം വരും എന്ന ചിന്തകൾ സ്വാഭാവികമായി മനസ്സിൽ വരും. മുൻപ് ചെറിയ പരാജയങ്ങൾ നിങ്ങളെ തകർത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി എന്നതിൻ്റെ ലക്ഷണമാണ് ഒരു മനുഷ്യൻ്റെ വിജയം. ആദ്യം ജനിക്കുന്നത് അവൻ്റെ മനസ്സിലാണ്. മനസ്സ് വിജയത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ജീവിതവും അതിനുള്ള വിജയവും തുറക്കുവാൻ തുടങ്ങും. 2. നെഗറ്റീവ് ആളുകൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഭാഗ്യം തെളിയാൻ പോകുമ്പോൾ ഒരു പ്രത്യേക മാറ്റം സംഭവിക്കും. നിങ്ങളെ നിരന്തരം വിമർശിക്കുന്നവരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരും നമ്മുടെ ജീവിതത്തിൽ നിന്നും പതുക്കെ അകന്നു പോകാൻ തുടങ്ങും. ചിലപ്പോൾ ഇത് ഭയങ്കര വേദനയുള്ള കാര്യമാകാം, പക്ഷേ പിന്നീട് മനസ്സിലാകും അവരുടെ സ്വഭാവം നിങ്ങളുടെ സമാധാനത്തിനും വളർച്ചയ്ക്കും സഹായകരമായിരുന്നുവെന്ന്. ചാണക്യൻ പറയുന്നത് തെറ്റായ കൂട്ടുകെട്ടുകൾ മനുഷ്യൻ്റെ പുരോഗതിയെ നശിപ്പിക്കും എന്നാണ്. അതിനാൽ നെഗറ്റീവ് ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നത് പലപ്പോഴും പുതിയ അവസരങ്ങളുടെ തുടക്കമായിരിക്കും. 3. നല്ല ആളുകളെ കണ്ടുമുട്ടാൻ തുടങ്ങുന്നു. നല്ല അധ്യാപകർ, നല്ല സുഹൃത്ത്, നല്ല സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഒരു വഴികാട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഈ ആളുകൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഇടയാകും. അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാൻ സഹായിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം തരും. ജീവിതത്തിൽ ശരിയായ സമയത്ത് ശരിയായ ആളുകളെ കണ്ടുമുട്ടുന്നത് പലപ്പോഴും ഭാഗ്യത്തിൻ്റെ വലിയ സൂചനയാണ്. 4. ചെറിയ വിജയങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നു. ഒരു ജോലി ലഭിക്കുക, ഒരു പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക, പുതിയ അവസരം ലഭിക്കുക, ഒരു ചെറിയ സമ്പാദ്യം ലഭിക്കുക, ഇതെല്ലാം നിങ്ങളുടെ പരിശ്രമത്തിന് ലഭിക്കുന്ന ആദ്യ ഫലങ്ങളാണ്. പലരും ഈ ചെറിയ വിജയങ്ങളെ അവഗണിക്കുന്നു. എന്നാൽ ചാണക്യൻ്റെ കാഴ്ചപ്പാടിൽ വലിയ കൊട്ടാരത്തിൽ പോലും ചെറിയ കല്ലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 5. അനാവശ്യമായ തടസ്സങ്ങൾ കുറയുന്നു. മുൻപ് ഓരോ കാര്യത്തിനും തടസ്സങ്ങളായിരുന്നു. ഒരു ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ മറ്റൊരു പ്രശ്നം, പദ്ധതി തയ്യാറാക്കിയാൽ മറ്റൊരു ബുദ്ധിമുട്ട്. എന്നാൽ ഭാഗ്യം തെളിയാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ പതുക്കെ എളുപ്പമാകാൻ തുടങ്ങും. അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നില്ല, എന്നാൽ മുൻപ് ഇരുന്ന പോലെ തടസ്സങ്ങൾ ഉണ്ടാവില്ല. കാര്യങ്ങൾ സ്വാഭാവികമായി മുന്നോട്ടു പോകും. ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് മാറുന്നതിൻ്റെ സൂചനയാണ്. 6. പുതിയ കാര്യങ്ങൾ നടത്തുവാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നു. ഭാഗ്യം തെളിയുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ മനസ്സ് വളർച്ചയെ തേടിത്തുടങ്ങും. പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യം വരും, പുതിയ കഴിവുകൾ പഠിക്കും, സമയം പാഴാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം പഠനം നിർത്തുന്ന നിമിഷം മുതൽ വളർച്ചയിൽ നിൽക്കുന്നു. വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് അറിവാണ്. അതിനാൽ ആത്മാഭിമാനം എന്നത് വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ്. 7. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. പലപ്പോഴും നല്ല കാലം വരുന്നതിന് മുൻപ് പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങും. പരസ്പരം മനസ്സിലാക്കൽ വർദ്ധിക്കും. സംസാരങ്ങൾ കൂടുതൽ സൗഹൃദപരമാകും. പിന്തുണ ലഭിക്കൽ തുടങ്ങും. കുടുംബത്തിൻ്റെ പിന്തുണയും അനുഗ്രഹവും ലഭിക്കുന്നു. മനുഷ്യന് പ്രതിസന്ധികളെ കൂടുതൽ ശക്തമായോടെ നേരിടാൻ കഴിയും. അതുകൊണ്ട് ബന്ധങ്ങളിൽ സമാധാനം വരുന്നത് നല്ല കാലത്തിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം. 8.
സാമ്പത്തിക പുരോഗതിയുടെ ചെറിയ സൂചനകൾ കാണുന്നു. ഭാഗ്യം തെളിയാൻ പോകുമ്പോൾ ധനവരവ് പെട്ടെന്ന് കോടികൾ ആവണമെന്നില്ല. എന്നാൽ ചെറിയ സാമ്പത്തിക പുരോഗതികൾ കാണാൻ തുടങ്ങും. അധിക വരുമാനത്തിന് അവസരം ലഭിക്കും. പഴയ കടങ്ങൾ തീർക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ചിലവുകൾ നിയന്ത്രണത്തിലാകും. സമ്പാദ്യം തുടങ്ങുവാൻ ആരംഭിക്കും. ഇവയെല്ലാം വലിയ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ആദ്യ പടികളാണ്. 9. നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാകുന്നതിന് മുമ്പ് മറ്റുള്ളവർ അംഗീകാരത്തിനായി നിന്നവർ പിന്നീട് സ്വന്തം മൂല്യം തിരിച്ചറിയാൻ തുടങ്ങും. ആർക്കും വേണ്ടിയുള്ള യാചന കുറയും. സ്വന്തം അഭിമാനം വർദ്ധിക്കും. തെറ്റായ ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും. സ്വന്തം ലക്ഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ചാണക്യൻ പറയുന്നത് സ്വയം ബഹുമാനിക്കാൻ പഠിക്കാത്തവരെ സ്വയം ബഹുമാനിക്കില്ല എന്നാണ്. അതിനാൽ ആത്മാഭിമാനം വർദ്ധിക്കുന്നത് വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ്. 10. ഉള്ളിൽ ഒരു ശാന്തത അനുഭവപ്പെടുന്നു. ഇതാണ് ഏറ്റവും ശക്തമായ ലക്ഷണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കാം. എന്നാൽ മനസ്സിൽ ഒരു സമാധാനം അനുഭവപ്പെടും. ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഭയം കുറയും. എല്ലാം ശരിയാകും എന്നൊരു വിശ്വാസമുണ്ടാകും. ഈ വിശ്വാസം തന്നെയാണ് വിജയികളെയും പരാജയങ്ങളെയും വേർതിരിക്കുന്നത്. കാരണം യഥാർത്ഥ ഭാഗ്യം ആദ്യം മനസ്സിൽ ജനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാഗ്യം തെളിയുന്നു എന്നത് ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല. എന്നാൽ അത് ചെറിയ മാറ്റത്തിൻ്റെ യാത്രയാണ്. മനസ്സിലെ മാറ്റം, ചിന്തയിലെ മാറ്റം, ശീലങ്ങളിലെ മാറ്റം, ബന്ധങ്ങളിലെ മാറ്റം, പ്രവർത്തനങ്ങളിലെ മാറ്റം. ഈ മാറ്റങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നാണ് വലിയ വിജയങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ 10 ലക്ഷണങ്ങളിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു സൂചനയായി കാണാം. പക്ഷേ ഓർക്കുക, ഭാഗ്യത്തെ കാത്തിരിക്കുന്നവർ അല്ല വിജയിക്കുന്നത്. ഭാഗ്യം വരുമ്പോൾ അത് സ്വീകരിക്കാൻ സ്വയം തയ്യാറാകുന്നവരാണ് വിജയിക്കുന്നത്. ചാണക്യൻ പറയുന്നത് പോലെ ഓരോ അവസരം വന്നപ്പോഴും അതിനെ ഉപയോഗിക്കാൻ തയ്യാറാകുന്നവർ ആണ് വിജയിക്കുക. അതിനാൽ ഓരോ ദിവസവും നിങ്ങൾ മെച്ചപ്പെടുത്തുക, പുതിയത് പഠിക്കുക, നല്ല ആളുകളുമായി ബന്ധപ്പെടുക, കഠിനാധ്വാനം ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. ഇന്ന് കാണുന്ന ചെറിയ മാറ്റങ്ങൾ നാളെയുടെ വലിയ ജീവിതത്തിൻ്റെ വിത്തുകളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നുണ്ടാകാം. വിശ്വാസം കൈവിടരുത്. പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുത്. പരിശ്രമം അവസാനിപ്പിക്കരുത്. കാരണം ഇരുണ്ട രാത്രിക്ക് ശേഷം ഉദിക്കുന്ന സൂര്യനെ പോലെ കഷ്ടതകൾക്ക് ശേഷം നല്ല കാലവും തീർച്ചയായും വരും.